ത്രയംബകേശ്വർ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ഒരു ഓട്ടോയിലാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും ആക്ച്വലി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ എന്നാലും മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ഓട്ടോ എടുത്താണ് അങ്ങോട്ട് പോകുന്നത്. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ത്രയംബകേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം. നാസിക്കിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ത്രയംബകേശ്വറിലേക്ക്. നാസിക്കിൽ നിന്നും ധാരാളം ബസ്സുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. നമ്മളൊരു ബസ്സിലാണ് ത്രയംബകേശ്വറിലേക്ക് നാസിക്കിൽ നിന്നും വന്നത്. സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ എടുത്തു. ഇപ്പോൾ ഓട്ടോയിൽ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 ജന്മത്തിലെ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലെ ദർശനം പറയപ്പെടുന്നത്. ഈ നാസിക്കിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണ് നാസിക്കിലെ മിസൈൽ പാവ്. ഇവിടെ മിക്കവാറും ഹോട്ടലുകളിലെല്ലാം മിസൈൽ പാവ് കിട്ടും. പിന്നെ മിസൈൽ പാവിൻ്റെ തന്നെ പോപ്പുലറായിട്ടുള്ള കുറച്ച് ഹോട്ടൽസും ഉണ്ട് ഇവിടെ. നമ്മുടെ ഈ ഊട്ടി, കൊടൈക്കനാൽ അതുപോലത്തെ സ്ഥലങ്ങളിലെ പോലെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ പെയ്യും. പിന്നെ ഒരു തണുത്ത കാലാവസ്ഥയാണ്. ബേസിക്കലി നല്ല ക്ലൈമറ്റാണ് നാസിക്കിലേത്. നമ്മളിപ്പോൾ ഏകദേശം ക്ഷേത്രത്തിലേക്ക് എത്താറായി. ഇവിടെയും ഒരുപാട് കടകൾ നമുക്ക് കാണാം. ഒരുപാട് ഷോപ്പിംഗ്, ചെറിയ ചെറിയ ഷോപ്പിംഗ്, വിൻഡോ ഷോപ്പിങ്ങിന് പറ്റിയ ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാം. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ കാണാം നമുക്കിവിടെ. ഇവിടെ എല്ലാം ഒരുപാട് സ്നാക്സ് പോലത്തെ നല്ല ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. ഇവിടെ ഫ്രീ ദർശനവും പെയ്ഡ് ദർശനവും ഒക്കെ ഉണ്ട്. കുറച്ച് തിരക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് ദർശനത്തിൽ തന്നെ കയറുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം കുറച്ചുകൂടി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കുള്ളിലേക്ക് കയറാം. ത്രയംബകേശ്വർ ക്ഷേത്രത്തിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.